ഡൽഹി ചർച്ചകളിൽ ക്ഷണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്ന ലക്ഷ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരിക്കാത്തതെന്ന് കെ മുരളീധരൻ പറഞ്ഞു. കെ മുരളീധരന്റെ പരാതി ഗൌരവമായി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം ഡോക്ടർ ശശി തരൂർ ഇടതുപാളയത്തിലേക്കെന്ന അഭ്യൂഹം കോൺഗ്രസ് നേതാക്കൾ തള്ളുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ കെ മുരളീധരനെ ക്ഷണിച്ചിരുന്നില്ല. KPCC മുൻ അധ്യക്ഷൻ എന്ന നിലയിൽ ക്ഷണിക്കേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യത്തിനുള്ള മറുപടിയിലാണ് കെ മുരളീധരന്റെ അതൃപ്തി പ്രകടമായത്. രേഖാമൂലം പരാതി പറയാനില്ലെന്നും പ്രതികരണം. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ഒരു ഇലക്ഷൻ ടൈമാണല്ലോ. ഇപ്പം അതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പരാതി ഗൌരവമായി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ ദേശീയ നേതൃത്വവും പരിശോധിക്കും. ഞങ്ങളത് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലും പെടുത്തും. ഒരു സംശയ കാര്യത്തിലില്ല. അതേസമയം ഡോക്ടർ ശശി തരൂർ MP CPM-ലേക്കെന്ന അഭ്യൂഹങ്ങൾ തള്ളുകയാണ് കോൺഗ്രസ് നേതൃത്വം. ശശി തരൂരുമായി ബന്ധപ്പെട്ട വാർത്തകൾ സാങ്കല്പികമെന്ന് CPIM വിശദീകരിക്കുന്നു. സാങ്കല്പികമായ ചോദ്യവും സാങ്കല്പികമായ ഉത്തരവും അടിസ്ഥാനപരമായി തെറ്റാണ്. നാളത്തെ KPCC ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിലും ശശി തരൂർ പങ്കെടുത്തേക്കില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.